ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ വൈദിക ശ്രേഷ്ഠർ, അനുഗ്രഹീതമായ നേതൃത്വത്തിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ഗായക സംഘാംഗങ്ങൾ, ഇന്ന് ആദ്യമായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, പ്രിയ വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ പുതിയ ദേവാലയത്തിൽ ആദ്യമായി നടത്തപ്പെടുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷ അത് ഇപ്രകാരം ക്രമീകരിക്കപ്പെടുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഉയരങ്ങളിൽ നിന്ന് നമ്മളെ സഹായിച്ചിരിക്കുന്നു. അതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയങ്ങളോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇന്ന് നോയമ്പിൽ 6-ാം ഞായറാഴ്ചയാണ്. കഴിഞ്ഞ നാളുകളിലെ ഓരോ ഞായറാഴ്ചകളിലെയും സന്ദേശങ്ങൾ, വേദഭാഗങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷ ഭാഗങ്ങൾ, അതെല്ലാം തന്നെ കർത്താവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെയാണ് സഞ്ചരിച്ചത്. നോയമ്പിൽ 1-ാം ഞായറാഴ്ച നമ്മൾക്ക് കാണുവാൻ സാധിച്ചത് കാനാവിലെ കല്യാണത്തിൽ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തി ആ ഭവനത്തിൻ്റെ നിന്ദനമായ അനുഭവങ്ങളിൽ നിന്ന് ആനന്ദദായകമായ അനുഭവങ്ങളിലേക്ക് ആ ഭവനത്തെ രൂപപ്പെടുത്തിയ അനുഭവമാണ്. 2-ാം ഞായറാഴ്ച നോയമ്പിൽ, ആ 2-ാം ഞായറാഴ്ചയിൽ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിച്ചത് അസ്പർശിയായിരിക്കുന്ന, സമൂഹത്തിൽ നിന്ന് ഏറ്റവും പുറന്തള്ളപ്പെട്ട, നഗരവാതിലുകൾക്ക് അപ്പുറത്ത് ഏകനായി ഒറ്റയ്ക്ക് താമസിക്കേണ്ടി വന്ന അസ്പർശ്യനായ കുഷ്ഠരോഗിയെ യേശു തൊട്ട് സൗഖ്യമാക്കിയ അനുഭവമാണ്. 3-ാം ഞായറാഴ്ച നാം കണ്ടത് കനാനിയ സ്ത്രീ, അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ യേശു അവളുടെ മകൾക്ക് സൗഖ്യം നൽകുന്ന അനുഭവമാണ്. ഇത്ര വലിയ വിശ്വാസം യേശു കാണുന്ന ഒരു അനുഭവമാണ്. എന്നിട്ട് കർത്താവ് പറയുന്നത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്നാണ്. എൻ്റെ ഇഷ്ടത്തേക്കാൾ ഉപരിയായി നിന്റെ ഇഷ്ടത്തിന് കർത്താവ് മനസ്സ് കൊടുക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ആ വേദഭാഗം ഒന്ന് വായിക്കുമ്പോൾ കർത്താവിൻ്റെ ചില ഇഷ്ടങ്ങൾ ഒക്കെ അവിടെ പറയുന്നുണ്ട്. ശിഷ്യന്മാർ വന്ന് യേശുവിനോട് പറയുന്നു, അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണം. അപ്പോൾ യേശു പറയുന്നത്, ഇസ്രായേൽ മക്കളിൽ കാണാതെ പോയവരുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. വീണ്ടും അവൾ യേശുവിനെ അനുധാവനം ചെയ്യുന്നുണ്ട്, നിലവിളിച്ചു കൊണ്ടുവരികയാണ്. അപ്രകാരം നിലവിളിച്ചു കൊണ്ടുവരുന്ന ആ സ്ത്രീയുടെ മുൻപിൽ യേശു പറയുന്ന വാക്കുകൾ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാറില്ല എന്നാണ്. അപ്പോൾ അവൾ പറയുന്ന ഒരു വാചകമുണ്ട്, നായ്ക്കുട്ടികളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിക്കാറുണ്ടല്ലോ. അവൾ സ്വയമായി ദൈവസന്നിധിയിൽ പറയുകയാണ്, I am not worthy to be considered as your son or a daughter. Please you consider me as a നായ്ക്കുട്ടി. യേശു അവളുടെ വിശ്വാസം കണ്ടിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്നാണ്. കർത്താവിൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം മാറ്റിവെക്കുകയാണ്. കർത്താവിൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം മാറ്റിവെച്ച് ആദിസാഹസികമായ ഒരു വിശ്വാസത്തിൻ്റെ മുൻപിൽ
ആ വിശ്വാസിയുടെ ഇഷ്ടത്തിനു വേണ്ടി തൻ്റെ ഇഷ്ടത്തെ മാറ്റിവെക്കുന്ന യേശുവാണ്. പിന്നെ നമ്മൾ കണ്ടത് 4 ആളുകൾ ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ടുവന്ന് യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ വിശ്വാസം കണ്ട് ആ പക്ഷപാതക്കാരനായ മനുഷ്യന് ഒരു വലിയ രൂപാന്തരത്തിൻ്റെ അനുഭവത്തെ നൽകുകയാണ്. ഇതാണ് കഴിഞ്ഞ 5 ഞായറാഴ്ചകളിലും ദേവാലയത്തിൽ സുവിശേഷ ഭാഗമായി വായിച്ചത്. ഇന്ന് വായിച്ചിരിക്കുന്നത് വഴിയരികിൽ ഇരന്നുകൊണ്ടിരുന്ന, ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഈ ശബ്ദകോലാഹലങ്ങളൊക്കെ കേട്ടുകൊണ്ട് ചോദിക്കുന്നു, ഇതെന്താണ് സംഭവിക്കുന്നത്? എൻ്റെ കണ്ണുകൾ കൊണ്ട് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഉത്തരം ലഭിക്കുന്നുണ്ട്, യേശു ഇതുവഴി കടന്നു പോകുന്നു. അപ്പോൾ അവൻ നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ നിലവിളിച്ചു. യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്ന ആ ജനം അവനോട് പറയുന്നത് മിണ്ടാതിരിപ്പാനാണ്. യു ആർ ഡിസൈൻ ടു ലീവ് ഇൻ ദിസ് കണ്ടീഷൻ എന്നാണ് ആ സമൂഹം പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ അതിവേഗതയിലുള്ള ഒരു യാത്രയാണ്, യെരൂശലേമിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ യേശു നിന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദാറ്റ് മീൻസ് he stopped his journey. He stopped his journey at the cry of this person. ഈ കുരുടനായ മനുഷ്യനു വേണ്ടി യേശു നിൽക്കുകയാണ്. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതയാത്രകളിൽ നമ്മൾ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളുടെ മധ്യത്തിൽ നാമും ആ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി നിൽക്കുന്നവനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസ അനുഭവങ്ങളിൽ നിന്ന് ജീവിതത്തിൻ്റെ പുതിയ വഴികളിലേക്ക് നമ്മളെ നയിക്കുന്നവനാണ്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നവനോട് ചോദിക്കുന്നു ക്രിസ്തു. എനിക്ക് കാഴ്ച പ്രാപിക്കണം. അവന് കാഴ്ച കൊടുക്കുന്ന കർത്താവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമാണ്. ഈ നോയമ്പ് കാലയളവുകളിലെല്ലാം ഇപ്രകാരം രൂപാന്തരപ്പെടുത്തുന്ന ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക്, സമൂഹത്തിന് രൂപാന്തരം കൊടുക്കുന്ന കർത്താവിൻ്റെ ആ വലിയ യാത്രയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം തന്നെ. പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രകൾ ആരംഭിക്കാം. അതിനായി സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.